Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wala tuwassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. In the previous class we started our new chapter, that is chapter 3, mathematics of chance, and in this chapter what we are studying, we are studying about probability, isn't it? So എന്താണ് പ്രോബിലിറ്റി? എന്തുവായിരുന്നു? പ്രോബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ഏതിനൊക്കെ ഇടയിലായിരിക്കും? ഇൻ മാത്തമാറ്റിക്കലി വി ക്യാൻ സേ ദാറ്റ് പ്രോബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ഈസ് ലൈസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1. അപ്പോൾ ഒരു ഇവന്റിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0യ്ക്കും 1നും ഇടയിലായിരിക്കും എപ്പോഴും, അല്ലേ? ദെൻ ഇൻ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡൈയുടെയും കോയിൻ ടോസ് ചെയ്യുമ്പോഴും ഡൈ ത്രോ ചെയ്യുമ്പോഴും ഒക്കെ ഉള്ള നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ചെയ്തായിരുന്നു. Today we are moving to the exercise in page number 71. First question. A box contains 6 black and 4 white balls. If a ball is taken from it, what is the probability of it being black and what is the probability of it being white? അപ്പോൾ ഒരു ബോക്സിനകത്ത് 6 ബ്ലാക്ക് ബോൾസും 4 വൈറ്റ് ബോൾസും ഇട്ടിരിക്കുവാണ്. നമ്മൾ അതിൽ നിന്നും എന്താണ് ഒരു ബ്ലാക്ക് ബോൾ എടുക്കുന്നതിൻ്റെയും ഒരു വൈറ്റ് ബോൾ എടുക്കുന്നതിൻ്റെയും പ്രോബബിലിറ്റീസ് ഫൈൻഡ് ചെയ്യണം. ഹൗ വിൽ യു ഫൈൻഡ് ദാറ്റ്? നമ്മൾ പറഞ്ഞായിരുന്നു പ്രോബബിലിറ്റി എപ്പോഴും എന്താണ്, നമുക്ക് ഏത് ഇവൻ്റ് ആണോ വേണ്ടത് അതേ ഡിവൈഡഡ് ബൈ എന്താണ്, അതേ പോസിബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. അങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത് അത് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്, ആദ്യം നമുക്ക് എന്താ ആ ടോട്ടൽ വേണം. അവർ പറഞ്ഞിരിക്കുന്നത് 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ് എന്നാ. സോ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് is equal to 10. Okay, total number of balls is equal to 10 and number of black balls, number of എത്ര ബ്ലാക്ക് ബോൾസ് ആണ് ആ ക്വസ്റ്റ്യനിൽ? 6 ബ്ലാക്ക് ബോൾസ് ആൻഡ് നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് is equal to 4. Then we have to find the probability of it to be a black. അപ്പോൾ P of black ball, P of it to be a black ball is equal to എന്താണ്? ബ്ലാക്ക് ബോൾ വീഴാനുള്ള പോസിബിലിറ്റീസ് എത്രയുണ്ട്? അവിടെ 6. ഈ ആദ്യത്തെ ബ്ലാക്ക് ബോളോ രണ്ടാമത്തെ ബ്ലാക്ക് ബോളോ ഏത് വേണമെങ്കിലും വരാം, അല്ലേ? അപ്പോൾ എത്ര നമുക്ക് പോസിബിലിറ്റി അവിടെ പറയാം? ഔട്ട് ഓഫ് 10ൽ 6 പറയാം. സോ 6/10 പോസിബിലിറ്റീസ് ആർ ദെയർ. സോ P of black ball is equal to 6/10, that is equal to 3/5 possibilities are therefore it would be a black ball. And then taken to be a white ball, probability of taken to be a white ball find cheyanam. So P of white ball is equal to 4/10. Okay, അപ്പോൾ P of white ball is equal to 4/10. നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ 2/5. അപ്പോൾ വൈറ്റ് ബോൾ ആകുന്നതിൻ്റെയും ബ്ലാക്ക് ബോൾ ആകുന്നതിൻ്റെയും പോസിബിലിറ്റിയാണ് P of ബ്ലാക്ക് ബോൾ എന്താണ്? വി ഗോട്ട് ഇറ്റ് ആസ് 3/5 ആൻഡ് വൈറ്റ് ബോൾ വി ഗോട്ട് ഇറ്റ് ആസ് 2/5. And next question. There are 3 red balls and 7 green balls in a bag, 8 red balls and 7 green balls in another bag. First 3 sub questions are there. First question is, what is the probability of getting a red ball from the first bag? Second sub question, from the
ഫസ്റ്റ് ബാഗ് ആയിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഫ്രം ദ സെക്കൻഡ് ബാഗ്. ആൻഡ് തേർഡ് വൺ, ഇഫ് ഓൾ ദ ബാഗ്സ് ആർ പുട്ട് ഇൻ എ സിംഗിൾ ബാഗ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ഇറ്റ്? അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ബാഗിനകത്തായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ആദ്യത്തെ ബാഗിൽ 3 റെഡ് ബോളും 7 ഗ്രീൻ ബോൾസും ഉണ്ട്. രണ്ടാമത്തെ ബാഗിലാണെങ്കിൽ 8 റെഡ് ബോളും 7 ഗ്രീൻ ബോൾസും ഉണ്ട്. നമുക്ക് ആദ്യം ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? നമ്പർ ഓഫ് റെഡ് ബോൾസ്, എന്താണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ബാഗ്. ആദ്യത്തെ ബാഗിൽ നിന്നും റെഡ് ബോൾ കിട്ടാവുന്ന പോസിബിലിറ്റി നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ second question, first sub question, what is the probability of getting a red ball from the first bag? അതിനു വേണ്ടി നമുക്ക് total number of balls in the first bag is equal to എത്രയാണ്? 10. Total number of balls in the first bag is equal to 10. And number of red ball, നമുക്ക് റെഡ് ബോൾ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്പർ ഓഫ് റെഡ് ബോൾ എത്രയുണ്ട് ഫസ്റ്റ് ബാഗിൽ? നമ്പർ ഓഫ് റെഡ് ബോൾ ഈസ് ഈക്വൽ ടു 3. Okay, number of red ball is 3 there, and we have to find the probability of red ball. Probability of red ball is equal to എന്താണ്? 3 by total balls 10. ഇത്രയേ ഉള്ളൂ. Then second sub question, from the second ബാഗിൽ നിന്നും റെഡ് ബോൾ കിട്ടാനുള്ള പോസിബിലിറ്റി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? സെക്കൻഡ് ബാഗിൽ ഫുള്ളായിട്ടും എത്ര റെഡ് ബോൾ ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്യണം. സോ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് balls in the second bag is equal to second ബാഗിൽ എത്രയാണ് ടോട്ടൽ ബോളിൻ്റെ എണ്ണം? സെക്കൻഡ് ബാഗിൽ 8 റെഡ് ബോളും 7 ഗ്രീൻ ബോളും ആണുള്ളത്. സോ അതിൻ്റെ സം നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 15 അല്ലേ? 15 ഉണ്ട്, ടോട്ടൽ ബാഗ്സ് 15 ഉണ്ട്. ദെൻ നമ്പർ ഓഫ് റെഡ് ബാഗ്സ്, ആ സെക്കൻഡ് ബാഗിൽ നമ്പർ ഓഫ് റെഡ് ബോൾസ് എത്രയുണ്ട്? നമ്പർ ഓഫ് റെഡ് ബോൾസ് ഈസ് 8 റെഡ് ബോൾസ് ആണ്. ദെൻ പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ, പി ഓഫ് 8/15 ആണ് അവിടുത്തെ എന്താണ് പ്രോബിലിറ്റി ഓഫ് റെഡ് ബോൾ ഇൻ ദ സെക്കൻഡ് ബാഗ്. ദെൻ വി ഹാവ് തേർഡ് സബ് ക്വസ്റ്റ്യൻ, ഇഫ് ഓൾ ദ ബാഗ്സ് ആർ പുട്ട് ഇൻ എ സിംഗിൾ ബാഗ്. ഈ എല്ലാ ബോൾസും കൂടെ ഒരു സിംഗിൾ ബാഗിനകത്ത് ഇടുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ഇറ്റ്? അപ്പോൾ എല്ലാം കൂടി ഇടുവാണെങ്കിൽ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്ര വരും? ആദ്യത്തെ 10ഉം രണ്ടാമത്തെ 15ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് സബ് ക്വസ്റ്റ്യൻ ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ് എന്ത് കിട്ടും? 25 കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 25 കിട്ടും. അപ്പോൾ അതിൽ നിന്നും ഒരു റെഡ് ബോൾ എടുക്കുന്നതിൻ്റെ പ്രോബിലിറ്റിയാണ്. അപ്പോൾ രണ്ടും കൂടെ ഒരു ബാഗിൽ ഇടുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് റെഡ് ബോൾ എന്ന് പറയുന്നത് എന്ത് വരും? അവിടുത്തെ നമ്പർ ഓഫ് റെഡ് ബോൾ എന്ന് പറയുന്നത് 3 + 8 ആയിരിക്കും. 3 + 8. സോ ടോട്ടൽ നമ്പർ ഓഫ് റെഡ് ബോൾ ഇൻ ദ ന്യൂ ബാഗ് ഈസ് 11. ഓക്കെ, ആൻഡ് പി ഓഫ് റെഡ് ബോൾ is equal to 11/25. 11/25. Then next third question, one is asked to say a 2-digit number. One is asked to say a 2-digit number and എന്താണ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള ഒരു പ്രോബിലിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ one is asked to say a 2-digit number, what is the probability of being it is? അപ്പോൾ ഒരു 2-digit നമ്പർ പറയാൻ പറഞ്ഞു. എന്നിട്ട് എന്താണ് അതൊരു
പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള ഒരു പ്രോബിലിറ്റിയും കൂടെ നമുക്ക് ഫൈൻഡ് ചെയ്യണം. നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ 90 അല്ലേ. 90 നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് എന്താണ് 2 ഡിജിറ്റ് ഉള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 90 നമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പം 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സിന് ഇടയ്ക്കുള്ള നമ്പേഴ്സാണ് എത്ര നമ്പേഴ്സ് വരുന്നത്? 2 ഡിജിറ്റ് നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ 10നും 99നും ഇടയ്ക്കായിട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരുന്ന നമ്പേഴ്സാണ് 16, 25, 36, 49, 68, 64, 81 അല്ലേ. എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ അതിനൊരു കറക്റ്റ് സ്ക്വയർ റൂട്ട് ഉണ്ടായിരിക്കും. അപ്പം 16ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 4. 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 5. ആൻഡ് 64ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 8. അതുപോലെ എത്ര നമ്പേഴ്സ് ഉണ്ട് അവിടെ? ഏതൊക്കെയാണ് സ്ക്വയർ റൂട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? 16, 25, വേറെ ഏതുണ്ട്? 36, then 36, 49, 64 and 81. These were the perfect squares in between 10 and 99. 10നും 99നും ഇടയ്ക്ക് വരുന്ന 2 ഡിജിറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇത്രയുമാണ്. സോ നമുക്ക് എന്ത് പറയാം? പോസിബിലിറ്റി, അവിടുത്തെ പോസിബിലിറ്റി ഫേവറബിൾ നമ്പേഴ്സ്, ദർ ആർ 6 ഫേവറബിൾ നമ്പേഴ്സ് അല്ലേ. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ പോസിബിലിറ്റി എന്താണ്? 6/90 അല്ലേ. 6/90 ആണ് അവിടുത്തെ പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി is equal to number of favorable numbers by total. 6/90 അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് 1/15 എന്ന് എഴുതാം. ഓക്കെ, that is the third question. Then we have fourth one. Numbers from 1 to 50 are written on slips of paper and put in a box. A slip is to be drawn from it, but before doing so, one must make a guess about the number, either prime number or a multiple of 5. Which is the better guess and why? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു 1 to 50 വരെയുള്ള നമ്പേഴ്സ് എഴുതി ഒരു ബോക്സിനകത്ത് ഇട്ടിരിക്കുകയാണ്. സ്ലിപ്പ് ഓഫ് പേപ്പേഴ്സിൽ എഴുതി ബോക്സിനകത്ത് ഇട്ടിരിക്കുന്നു. അതിൽ നിന്നും ഒരു സ്ലിപ്പ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ആരെങ്കിലും എടുത്ത് ഒരു സ്ലിപ്പ് എടുക്കാൻ പറയുന്നു. ബിഫോർ ടേക്കിംഗ് ദ സ്ലിപ്പ് ദേ ഹാവ് ടു ഗെസ് വൺ നമ്പർ. അപ്പോൾ ആ സ്ലിപ്പ് എടുക്കുന്നതിന് മുമ്പേ അവരൊരു നമ്പർ ഗെസ് ചെയ്തിരിക്കണം. 1 to 50 വരെയുള്ള നമ്പേഴ്സാണ്. അതിനിടയിൽ വരുന്നൊരു നമ്പർ ഗെസ് ചെയ്യണം. ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ. ആ ഗെസ് ചെയ്യുന്ന നമ്പർ ഐദർ ഒരു പ്രൈം നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? ഒരു മൾട്ടിപ്പിൾ ഓഫ് 5 ആയിരിക്കണം അല്ലേ. ഇത് 2 നമ്പർ ആയിരിക്കണം ഗെസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? ആ പറയുന്ന വ്യക്തി പറയുന്ന പ്രൈം നമ്പർ ആവാനുള്ള എത്ര പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 5 ആവാനുള്ള എത്ര പോസിബിലിറ്റി ഉണ്ട്? അത് രണ്ടിലും ഏതായിരിക്കും ബെറ്റർ ഗെസ്സും? അതായത് ഏത് ഗെസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് കൂടി പറയണം. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൈം നമ്പേഴ്സ് ഫ്രം 1 to 50. 1 to 50 വരെയുള്ള നമ്പേഴ്സിനിടയ്ക്ക് ടോട്ടൽ 15 പ്രൈം നമ്പേഴ്സാണ് ഉള്ളത്. 15 പ്രൈം നമ്പേഴ്സ് 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ അവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 50 ഉണ്ട് അല്ലേ. അതിൽ 15 ഉണ്ട്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ, അവിടുത്തെ പോസിബിലിറ്റി എത്രയാണ്? 15/50 ആണ്. ദാറ്റ് ഈസ് 3/10. And probability of getting a multiple of 5 from 1 to 50. 1 to 50ക്ക് ഇടയ്ക്ക് മൾട്ടിപ്പിൾ ഓഫ് 5 ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? അതായത് 5ൻ്റെ ടേബിൾ എടുക്കും. 1 5s are 5, 2 5s are 10. അപ്പം 5 10s are 50 വരെ വരുന്ന. അപ്പോൾ 5 11s are മൾട്ടിപ്പിൾ പോയാൽ അത് 50ക്ക് മേളിൽ പോകും. അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 1 മുതൽ എന്താണ് 5 1s are 5 മുതൽ നമുക്ക് 5 10s are 50 വരെയുള്ള അത്ര 10 നമ്പേഴ്സ് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് 1 to 50ക്ക് ഇടയ്ക്ക് വരുന്ന 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കാം. അപ്പം അവിടെ എത്ര നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 5 ഇൻ ബിറ്റ്വീൻ 1 and 1 to 50 ആർ എത്ര വരും? 10 നമ്പേഴ്സ് വരും അല്ലേ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബിക്കം എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ത് വരും? ഇറ്റ് വിൽ ബിക്കം 10/5
50. ദാറ്റ് ഈസ് എന്താണ് 1/5 വരും അല്ലേ? 1/5 വരും. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ബെറ്റർ ഗസ് ഏതാണ്? ബെറ്റർ ഗസ് വുഡ് ബി പ്രൈം നമ്പർ ആസ് പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ഈസ് മോർ. അപ്പോൾ നമുക്ക് എന്ത് ബെറ്റർ ഗസ് അറിയാൻ ഇതിൽ രണ്ടിൽ ഏതിൻ്റെ പ്രോബിലിറ്റിയാണ് കൂടുതലുള്ളതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് പറയാം അതാണ് ആ ഗസ്സാണ് ഏറ്റവും ബെറ്റർ ഗസ്. അപ്പോൾ ഇതിൽ രണ്ടിലും പ്രോബിലിറ്റി കൂടുതലുള്ളത് പ്രൈം നമ്പറിൻ്റെ ഗസ് ചെയ്തിരിക്കുന്നതാണ് കൂടുതൽ പ്രോബിലിറ്റി ഉള്ളത്. അപ്പം നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ ബെറ്റർ ഗസ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് എക്സസൈസ്. A bag contains 3 red beds and 7 green beds. Another contains 1 red and 1 green more. The probability of getting a red from which bag is more? അതായത് ഒരു ബാഗിനകത്ത് 3 റെഡും 7 ഗ്രീനും ബീഡ്സ് ഉണ്ട്. രണ്ടാമത്തെ ബാഗിനകത്ത് അതിനേക്കാട്ടിലും ഓരോ ഗ്രീനും ഓരോ എന്താണ് റെഡും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഏതിൽ നിന്നും കിട്ടുന്ന റെഡ് ബോളിൻ്റെ പ്രോബിലിറ്റി ആയിരിക്കും റെഡ് ബീഡിൻ്റെ പ്രോബിലിറ്റി ആയിരിക്കും കൂടുതൽ എന്ന് ഫൈൻഡ് ചെയ്യണം. സോ നമ്പർ ഓഫ് റെഡ് ബീഡ്സ് ഇൻ ഫസ്റ്റ് ബാഗ്, ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ ദ ഫസ്റ്റ് ബാഗ് എന്ത് വരും? ഫസ്റ്റ് ബാഗിലത് total number of ഫസ്റ്റ് ബാഗിൽ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സിൻ്റെ എണ്ണം 10 വരും. ഓക്കെ. ആൻഡ് നമ്പർ ഓഫ് റെഡ് ബീഡ്സ് ഇൻ ദ ഫസ്റ്റ് ബാഗ്, നമ്പർ ഓഫ് റെഡ് ബീഡ്സ് ഇൻ ദ ഫസ്റ്റ് ബാഗ് ഈസ് 3. നമ്പർ ഓഫ് റെഡ് ബീഡ്സ് ഈസ് 3. ആൻഡ് പി ഓഫ് റെഡ് ബീഡ് ഈസ് ഈക്വൽ ടു 3/10 വരും. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ ദ സെക്കൻഡ് ബാഗ്, സെക്കൻഡ് ബാഗിലെ ടോട്ടൽ നമ്പർ എന്ത് വരും? അവിടുത്തേനെക്കാട്ടി 2 കൂടെ കൂടുതലാണ് വരുന്നില്ല. അപ്പോൾ എന്ത് വരും? 12 വരും. ആൻഡ് അവിടുത്തെ റെഡ് ബീഡിൻ്റെ എണ്ണം എന്താണ്? റെഡ് ബീഡിൻ്റെ എണ്ണം 4. ഇറ്റ് ഈസ് 4. ആൻഡ് പി ഓഫ് റെഡ് ബീഡ് ഈസ് ഈക്വൽ ടു 4/12, that is equal to 1/3. ആൻഡ് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടല്ലോ അവിടെ. ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് മോർ. അപ്പം അതിൽ ഏതിൽ നിന്നും റെഡ് ബീഡ് കിട്ടാനുള്ള ചാൻസ് ആണ് കൂടുതൽ എന്ന് പറയണം. ഫസ്റ്റ് ബാഗിൽ നിന്നാണോ അതോ സെക്കൻഡ് ബാഗിൽ നിന്നാണോ? അതെങ്ങനെ ഫൈൻഡ് ചെയ്യും? നമുക്ക് ഇത് നോക്കിയാൽ മതി. ഇതിനകത്ത് ഏതാണ് വലുത്? 1/3 ഈസ് ഗ്രേറ്റർ ദാൻ 3/10. എന്താണ്? 1/3നെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 10/30. ഇതെന്ത് വരും? 9/30 അല്ലേ? അപ്പോൾ ഏതാണ് വലുത്? 1/3നെ കൺവേർട്ട് ചെയ്യുമ്പോൾ 10/30 കിട്ടും. അപ്പോൾ 10/30 ആണ് 9/30യും കാട്ടിലും ലാർജർ. സോ ഏത് വരും നമുക്ക്? ഈ സെക്കൻഡ് ബാഗിലുള്ള റെഡ് ബീഡാണ് കൂടുതലായിട്ട്, റെഡ് ബീഡിൻ്റെ പ്രോബിലിറ്റിയാണ് കൂടുതൽ കിട്ടുന്നത്. ഓക്കെ. So these were the activities based on the first topic of mathematics of chance in page number 71. So today we are going to wind up our class. Today's class is over. Assalamu alaikum.